ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന അതീവ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നമ്മൾ വാർത്തകളിൽ കാണാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ അത് കേവലം ഒരു കലാപത്തിനപ്പുറം മറ്റെന്തൊക്കെയോ ആണെന്ന് വിരൽ ചൂണ്ടുന്നു. ആയിരക്കണക്കിന് മരണം, അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. അതിനേക്കാൾ ഉപരി ഈ മരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നതിന് ഇറാന്റെ കൈവശം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ നടന്ന കലാപങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 1-2 പേരല്ല, മറിച്ച് 3117 പേരാണ് എന്നാണ് റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 3000-ലധികം മനുഷ്യജീവനുകൾ. ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടി അവർ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ടവരിൽ മുതിർന്നവർ മാത്രമല്ല, ചെറിയ കുട്ടികളും ഉൾപ്പെടുന്നു. ഒരുപക്ഷെ പുറം ലോകം അറിഞ്ഞതിനേക്കാൾ എത്രയോ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ പൗരന്മാർ, അതും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ കൊല്ലപ്പെടുമ്പോൾ അത് ലോക മനസാക്ഷിക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. ഇത് കേവലം ആഭ്യന്തരമായ പ്രശ്നങ്ങളാൽ ഉണ്ടായ മരണങ്ങളല്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഈ അക്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായ വിദേശ ഇടപെടലുകൾ ഉണ്ടെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു. പ്രധാനമായും 2 രാജ്യങ്ങൾക്കെതിരെയാണ് ഇറാൻ വിരൽ ചൂണ്ടുന്നത്. ഒന്ന് അമേരിക്ക, 2 ഇസ്രായേൽ. ഈ കലാപങ്ങൾ ആസൂത്രണം ചെയ്തതും ആളിക്കത്തിച്ചതും ഈ വിദേശ ശക്തികളെന്നാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നത്. തങ്ങളുടെ രാജ്യത്തെ തകർക്കാനും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമെന്നാണ് അവരുടെ വാദം. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ഇറാൻ ചെയ്യുന്നത്. ഇതിന് ബലം നൽകുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഇതാണ്. കലാപത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത വെടിയുണ്ടകൾ അത് സാധാരണ വെടിയുണ്ടകൾ ആയിരുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികളുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്തത് ഇസ്രായേൽ നിർമ്മിത വെടിയുണ്ടകളാണ്. ഇസ്രായേൽ നിർമ്മിച്ച വെടിയുണ്ടകൾ എങ്ങനെ ഇറാനിലെ തെരുവുകളിൽ എത്തി, അതും നിഷ്കളങ്കരായ കുട്ടികളുടെ ശരീരത്തിൽ? ഈ വെടിയുണ്ടകൾ അവിടെ എത്തിയത് കലാപകാരികളുടെ കൈവശം വിദേശ ആയുധങ്ങൾ എത്തി എന്നതിന് തെളിവാണോ, അതോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റ് രഹസ്യ സംഘങ്ങളാണോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തുന്നത്. കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. 3117 മരണങ്ങൾ, ഇസ്രായേൽ നിർമ്മിത വെടിയുണ്ടകൾ, അമേരിക്കക്കും ഇസ്രായേലിനും എതിരെയുള്ള ഇറാന്റെ നേരിട്ടുള്ള ആരോപണങ്ങൾ. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇറാൻ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.